നമസ്കാരം. ഗൾഫിലേക്ക് പോകുന്നവരെല്ലാം പല സ്വപ്നങ്ങളുമായാണ് വിമാനം കയറുന്നത്. എന്നാൽ പലരും സ്വപ്നങ്ങൾ പൂർത്തിയാക്കാതെ തിരിച്ചു വരാറുണ്ട്. ചില പ്രവാസികളെ നാട് കടത്തിയിരിക്കുകയാണ് കുവൈറ്റ്. എയ്ഡ്സ് വീണ്ടും ഭീതി പടർത്തുന്നു. 1980കളിൽ ലോകത്തെ ആകെ പരിഭ്രാന്തിയിലാഴ്ത്തി കടന്നുവന്ന HIV വൈറസ് നിയന്ത്രണ വിധേയമാക്കിയെന്ന് കരുതിയിരുന്നപ്പോഴാണ് വീണ്ടും എയ്ഡ്സ് ഭീതി. HIV ബാധിതരെ സമൂഹം ബഹിഷ്കരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ കാര്യങ്ങൾ മാറി. അവരോടുള്ള ലോകത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ മാറി. അവർക്ക് വേണ്ട കരുതൽ നൽകാൻ നാം തയ്യാറായി. ഇങ്ങനെ ആശ്വസിച്ചിരിക്കുമ്പോഴാണ് മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾ എയ്ഡ്സിനെ വീണ്ടും കുത്തിപ്പൊക്കുന്നത്. പരിശോധനയിൽ HIV രോഗബാധിതരെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കുവൈറ്റിൽ നിന്ന് 100ലേറെ പ്രവാസികളെ നാടുകടത്തിയിരിക്കുകയാണ്. സാംക്രമിക രോഗങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾക്ക് ശേഷമാണ് ഈ നാടുകടത്തൽ. എയ്ഡ്സ് ആൻഡ് വെനീറിയൽ ഡിസീസ് കോൺഫറൻസിലാണ് ഇക്കാര്യം ആരോഗ്യ അധികൃതർ വെളിപ്പെടുത്തിയത്. കുവൈറ്റിൽ താമസിക്കുന്നവരിൽ HIV ബാധിതരായ 90% ആളുകളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരുടെ രോഗാവസ്ഥയെക്കുറിച്ച് ബോധവൽക്കരണം നൽകാനും രോഗം കണ്ടെത്തിയ 90% ആളുകൾക്കും ഫലപ്രദമായ ചികിത്സ ഉറപ്പാക്കാനും രാജ്യത്തിന് സാധിച്ചിട്ടുണ്ടെന്നാണ് കുവൈറ്റ് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി അറിയിച്ചിരിക്കുന്നത്. പരിശോധനകളും കൗൺസിലിംഗും ദീർഘകാലം നീളുന്ന ഇഞ്ചക്ഷൻ ഉൾപ്പെടെയുള്ള ചികിത്സകളും നൽകി എയ്ഡ്സ് രോഗികളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമത്തിലാണ് രാജ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനു പുറമെ തൊഴിൽ നിയമങ്ങളും ട്രാഫിക് നിയമങ്ങളും ലംഘിച്ച പ്രവാസികളെയും നാടുകടത്തിയിരുന്നു. പൊതുസുരക്ഷ ഉറപ്പാക്കുന്ന നടപടികളുടെ ഭാഗമായാണ് ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചവരെ നാടുകടത്തിയത്. അമിത വേഗത്തിൽ വാഹനം ഓടിക്കുക, അശ്രദ്ധമായി വാഹനം ഓടിക്കുക, ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുക, ടാക്സി പെർമിറ്റ് ഇല്ലാതെ സ്വകാര്യ വാഹനത്തിലെ ആളുകളെ കയറ്റി അനധികൃതമായി ഉപയോഗിക്കുക തുടങ്ങിയ കുറ്റങ്ങൾ ചെയ്തവർക്കെതിരെയാണ് നടപടിയെടുത്തത്. പ്രവാസി താമസക്കാരോ തൊഴിലാളികളോ കൂടുതലായുള്ള പ്രദേശങ്ങളിൽ കർശനമായി നിരീക്ഷിക്കാൻ പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. കുവൈറ്റിൽ നവംബർ 17 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിൽ റെസിഡൻസി തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച 568 പ്രവാസികളെ നാടുകടത്തിയതായാണ് വിവരം. താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച 396 പേരെയും ഈ കാലയളവിൽ അറസ്റ്റ് ചെയ്തതായും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷാ പ്രചാരണങ്ങൾ ശക്തമാക്കാനും റെസിഡൻസി തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെയും ശക്തമായ നടപടിയും സ്വീകരിക്കുമെന്നുമാണ് ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞു വെക്കുന്നത്. കുവൈറ്റിൽ കഴിഞ്ഞ 4 വർഷത്തിനിടെ 1,30,000 പ്രവാസികളെ നാടുകടത്തിയതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. 2023 കണക്കുകൾ പരിശോധിച്ചാൽ കുവൈറ്റിൽ പ്രവാസി ജീവനക്കാരുടെ എണ്ണം കൂടിയതായി മനസ്സിലാക്കാൻ സാധിക്കും. 5.5 ലക്ഷത്തോളം പ്രവാസികളുമായി ഇന്ത്യക്കാർ തന്നെയാണ് മുന്നിലുള്ളത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രാജ്യത്തെ സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വദേശികളുടെ പ്രാതിനിധ്യം വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ കുവൈറ്റിൽ നടന്നു വരികയാണ്. രാജ്യത്തെ സർക്കാർ സ്വകാര്യ മേഖലകളിലെ പ്രവാസി ജീവനക്കാരുടെ എണ്ണം 2023 ജൂണിൽ 16.4 ലക്ഷമായിരുന്നത് ഈ വർഷം ജൂൺ അവസാനത്തോടെ 16.8 ലക്ഷമായി വർദ്ധിച്ചതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കുവൈറ്റിലെ മൊത്തം തൊഴിലാളികളുടെ 78.9% പ്രവാസികളാണ്. കഴിഞ്ഞ ജൂൺ അവസാനത്തെ കണക്കുകൾ പ്രകാരം ഇന്ത്യക്കാർ തന്നെയാണ് പ്രവാസി ജീവനക്കാരിൽ ഏറ്റവും കൂടുതലുള്ളത്. ഇന്ത്യക്കാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദേശ ജീവനക്കാരുള്ളത് ഈജിപ്തിൽ നിന്നാണ്. ആകെയുള്ള 16.8 ലക്ഷം പ്രവാസി ജീവനക്കാരിൽ 5,37,430 പേരും ഇന്ത്യക്കാരാണ്. ആകെയുള്ള 16.8 ലക്ഷം പ്രവാസി ജീവനക്കാരിൽ 5,37,430 പേർ ഇന്ത്യക്കാരും 4,70,70,000 പേർ ഈജിപ്തിൽ നിന്നുള്ളവരുമാണ്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.